ഹലോ ഗായ്സ്, ഞാൻ ഷെബി. നമ്മളിന്നിവിടെ എൻ്റെ കുഞ്ഞു ഗാർഡൻ നോക്കാം കേട്ടോ. എങ്ങനെ ഉണ്ടെന്ന്. ചെറിയൊരു ഗാർഡനാണ്. ഞങ്ങളിങ്ങോട്ട് താമസം മാറിയിട്ട് ആദ്യത്തെ സ്പ്രിങ്ങാണ്. അപ്പം ഞങ്ങളിങ്ങോട്ട് ഞാൻ ഇതിനകത്തൊരു ചെടിയൊക്കെ നട്ടു തുടങ്ങിയതേ ഉള്ളൂ. ഇതാണ് എൻ്റെ കുഞ്ഞു ഗാർഡൻ. എല്ലാം വന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ കേട്ടോ. എല്ലാം നല്ല ഭംഗിയായിട്ട് നട്ട് വരുമ്പോൾ അടിപൊളിയായിരിക്കും. ഇത് കണ്ടോ, ലിവ് ലാഫ് ആൻഡ് ഗാർഡൻ. ഗാർഡൻ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പരിപാടിയാണ്. ഗാർഡൻ ഉണ്ടാക്കാനും അങ്ങനെയൊക്കെ. ചെറുതായിട്ട് നമ്മുടെ ചെറിയ ഗാർഡൻ എങ്ങനെ ഉണ്ടെന്നുണ്ട് കേട്ടോ. ഇത് നല്ല സൺലൈറ്റ് അടിച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് ഫ്ലവർ ഉണ്ടാകുന്ന ചെടി കേട്ടോ. ഇത് ഒരു സീസണൽ ഫ്ലവറാണ്. ഇത് കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ ഇതങ്ങ് പോവും. പക്ഷെ നല്ല രസമുണ്ട് ഇത് കാണാൻ. ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് ഫ്ലവർ. നമ്മുടെ സ്വന്തം പുതിന, ഏറ്റവും അത്യാവശ്യം വേണ്ടിയത്. ചിക്കൻ കറിക്കിടാം, ഫ്രൈഡ് റൈസിനിടാം, ബിരിയാണിക്കിടാം, എല്ലാത്തിനും. ഇത് കലേൻഡുല എന്ന് പറഞ്ഞൊരു ഫ്ലവറാണ് കേട്ടോ. അതിനകത്ത് പല ഡിഫറെൻറ്റ് കളറായിട്ടുള്ള ഇതാണ് വരുന്നത്. പൂവിട്ട് കഴിയുമ്പോൾ അറിയാം ഏതൊക്കെ വരുമെന്ന്. ഇത് ഗ്ലാഡിയോള. ഇത് നമ്മുടെ ബൊക്കയ്ക്കകത്തൊക്കെ വെക്കത്തില്ല, അങ്ങനത്തെ ഡിഫറെൻറ്റ് കളറുണ്ട്. ഇത് നമ്മുടെ സ്വന്തം സ്പ്രിംഗ് ഒണിയൻ, ഉള്ളിയുടെ ഫ്ലവറാണ്. അത് നമ്മൾ ലിഡിലിൽ നിന്ന് മേടിച്ചതാണ്. നട്ട് ഇപ്പം നല്ലതായിട്ട് വന്നിട്ടുണ്ട്. ഇത് ഡാലിയ. ഒറ്റ ഇതേ ഉള്ളൂ. അത് ഒച്ചെല്ലാം കടിച്ച് തിന്ന് കുറച്ച് അതിൻ്റെ കിഴങ്ങൊക്കെ എലിയും മാന്തി കൊണ്ടുപോയി. അതിന് ശേഷം രണ്ടാമത് വേറെ പോട്ടിനകത്തോട്ട് എടുത്ത് വെച്ചതിന് ശേഷം ഉണ്ടായതാണിത്. ഇതിൻ്റെ ഒന്നും പേരെനിക്കറിയാലോ കേട്ടോ. പക്ഷേ ഇതൊരു വിത്തിൻ്റെ പാക്കറ്റായിട്ട് കിട്ടുന്ന പലതരത്തിലുള്ള ചെടികൾ. കുറേ എണ്ണത്തിനകത്ത് ഇല മാത്രമേ ഉള്ളൂ, ഫ്ലവറൊന്നും ഇല്ലെന്ന്. അല്ല, കുഴപ്പമില്ല. ഇതിൻ്റെ ഇല ഞാൻ ഗൂഗിളിനകത്ത് സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ ഇത് എന്നാ റാഡിഷ് എന്നാണ് പറയുന്നത്. നോക്കിക്കഴിയുമ്പോൾ അറിയാം എന്താണെന്നുള്ളത്. ഇത് ജെറാനിയം. ഇത് ഏത് ഫ്ലവറാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ നടുമ്പോൾ തന്നെ അതിൻ്റെ ഒരു പീസ് ഇവിടെ വെച്ചിരിക്കുക, അല്ലെങ്കിൽ പിന്നെ അറിയുമല്ലോ ഏതാണെന്നുള്ളത്. നമ്മുടെ ലാവൻഡർ. ഇത് മുളച്ച് വരുന്നേ ഉള്ളൂ, കുഞ്ഞു തൈകൾ. ഇത് നമ്മുടെ സ്വന്തം മാരിഗോൾഡ്, നമ്മുടെ ബന്ദിപ്പൂവ്. ഈ ചെടികളെല്ലാം നമ്മൾ പാക്കറ്റിൽ ഒരുമിച്ച് കിട്ടിയതിനകത്ത് വന്ന കേട്ടോ. അതിനകത്തൊരു ചെടി, അത് വേറെ അതിൻ്റെ കളയായിരുന്നു, ഞാൻ പറിച്ചു കളഞ്ഞു. ചെറിയ പൂണ്ടായി അതിനകത്ത്. നമ്മുടെ തക്കാളി വിത്ത് കേട്ടോ, തക്കാളി വിത്ത് പാകിയത്. ഇത് വഴുതനങ്ങയാണ്, ഇതുവരെ മുളച്ച് വന്നിട്ടില്ല. ഇത് നമ്മുടെ മെലൺ, മസ്ക് മെലൺ.